കിറ്റ് ഈ കൊറോണ തുടങ്ങിയ കിറ്റാ ഇതിന് എപ്പാ തീരുവാ? അശാനെ ആരുമില്ലല്ലോ, കുറച്ച് മാസ്ക് വെക്കട്ടെ. പൊടി പിന്നെ പറയുമ്പോ ഇവിടെ ഇതിന്റെ ഉള്ളിൽ നിന്നല്ലോ ആകുന്നു ഊരട്ടെ, ആള് വരുമ്പോ വെക്കാം. എന്തൊരു ആശ്വാസമാണ്. എപ്പാ ദൈവം ഈ കൊറോണയെല്ലാം പോയിട്ട് നമുക്ക് ഈ മാസ്ക് എല്ലാം മാറ്റിയിട്ട് ഒന്ന് റേഷൻ പീടിൽ കൃത്യമായിട്ട് ശുദ്ധമായി ശ്വസിച്ച് നിൽക്കാൻ വേണ്ടി പറ്റുക. റേഷൻ പീടിൽ ശുദ്ധമായി ഒരാഗ്രഹം പറഞ്ഞ. ഹലോ, എണ്ണയൊന്നുമില്ല. എന്നോട് പറയും നീയാടാ, നീ ഇറങ്ങിപ്പോടാ. അന്നെ പറയും കുട്ടിയാട്ടായിരുന്നു എന്നോട് ഇറങ്ങിപ്പോവേ. ഞാൻ പറഞ്ഞിട്ട് വിട്ടുപോകാതെ നീ ഓൻ പറഞ്ഞിട്ട് വിട്ടുപോരാ. അതാരടാ? ഹലോ, അല്ല അത് തൂക്കി കൊടുക്കുന്നതാണ്. ആ എന്തായിരുന്നു? ആ ഉണ്ട്, കിറ്റുണ്ട്. ഓ കിറ്റുണ്ട് എന്നാ ചോദിച്ചേ? ആ ഇല്ല തിരക്കില്ല. ആ വന്നോ. എന്തിനാനടെ ഒരാളോട് വർത്താനം പറയുമ്പോ എല്ലാ സാധനം അപ്പൊ അയാൾ കിറ്റുണ്ടോന്നാ ചോദിച്ചേ? പിന്നെ ഞാൻ കേട്ടത് ക്വിറ്റ് ഇന്ത്യ എന്നാ. അതുകൊണ്ട് ഞാൻ അവനോട് ഇന്ത്യ വിട്ടു പോന്ന് പറഞ്ഞേ. നിന്റെ ചെവി കുത്തി പൊട്ടിക്കണോ? നീ ആരെയാ ഈ ഇടപെടാന്ന് വിളിക്കുന്നത്? എടാ നമ്മളെ കസ്റ്റമറോട് മര്യാദക്ക് പെരുമാറണോ? ഇപ്പൊ പോലീസുകാർക്ക് വരെ ഇടപെടാന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിലിരിക്കേണ്ടി വരും കേട്ടാ. നമുക്ക് ഇനി മുതൽ റേഷൻ പീടിയത് തുറന്ന പാടില്ല, കരയൊക്കെ പാട്ടം വെച്ചാല് അല്ല പിന്നെ ആശാന്റെ ഒരു ഇത് സോളോ ഡ്രാമ നോക്കാം. ഞാൻ അടിച്ചിന്റെ ചെവിക്കല്ലേ പൊട്ടിച്ചാൽ ആശാൻ നന്നായിട്ട് പാടുന്നോണ്ട് പറഞ്ഞാ. അല്ല അയൽക്കെന്ന് പറഞ്ഞാൽ എന്റെ ചെവിക്കുറ്റി അടിച്ച് പൊട്ടിക്കണം. ചെവിക്കല്ല് പൊട്ടിക്കണം. പിന്നെ ചെവി പൊട്ടിയ പിന്നെ ആശാനെ ചീത്തയും കേൾക്കണ്ട, നാട്ടുകാർ ഫോണിൽ വിളിക്കും കേൾക്കണ്ടല്ലോ. അവിടെയും ചന്തുവിന്റെ തോൽവി. പൊന്നും വെള്ളിയും തൂക്കി നോക്കിയപ്പോ സ്നേഹിച്ച പെണ്ണും എന്നെ തോൽപ്പിച്ചു. നീ എന്ത് പിരാന്താടാ പറയുന്നത്? അതന്നെയാ പറഞ്ഞ തൂക്കുന്ന കാര്യം. ജനക്ക് കൊടുക്കുന്ന അരിന്റെ അകത്ത് കൃത്രിമം കാണിക്കുന്ന പോരായിട്ട് പാത്രത്തിനടിയിൽ കല്ലും പിച്ച് തട്ടിപ്പാക്കിയ കാര്യം ഞാൻ ഇന്നേവരെ ജനോട് പറഞ്ഞാ. ആരും കേട്ടിട്ടുണ്ട്. ഞാൻ ആൾക്കാരെ നോക്കി ആരും ഇല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ചാക്കിന്റെ ബാക്കിലായിട്ട് ആരെങ്കിലും ഒളിച്ചിട്ടുണ്ടെങ്കിൽ നാറുള്ള ചാക്കിന്റെ ബാക്കിൽ എത്ര സമയം ശ്വാസം പിടിച്ച് നിൽക്കാൻ പറ്റുക? ഒളിഞ്ഞു നോക്കുന്ന പോലും. എടേ ഇവിടെ ആദ്യം തൂക്കി കൊടുക്കാൻ ശ്രീധരാട്ടനില്ലേ? ശ്രീധരാട്ടനെ വീടിന് പുറത്താക്കേണ്ടി വന്ന് എന്തിട്ടാന്ന് പറഞ്ഞാൽ എന്തിട്ടാ നമ്മൾ ഇവിടുന്ന് കളക്ഷൻ അടക്കാൻ വേണ്ടി പൈസ കൊടുത്തിട്ട് അയാൾ കൃത്യമായിട്ട് അയാൾ അടക്കേണ്ടതൊക്കെ അടച്ചോണ്ടാണ് അയാൾ ഇന്ന് പുറത്ത് പോകേണ്ടി വന്നത്. കൃത്യമായിട്ട് അടച്ചിട്ടുണ്ട് പിന്നെ അയാൾ പണി പോവുക? അതെ, കൃത്യമായിട്ട് അയാളെ വീട്ടിന്റെ ലോൺ അടച്ചിട്ടുണ്ട്. ഇവിടുത്തെ പൈസ കൊണ്ടാ അങ്ങനെ. അല്ല നിങ്ങളുടെ നേരത്തെ പറഞ്ഞേ കിറ്റ് തരാന്ന്. ഈ കൊടുക്കാൻ വേണ്ടി കിറ്റ് എന്തെങ്കിലും എടുത്തു വെച്ചിട്ടുണ്ടാ? അതിനല്ലടാ സൗദി അറേബ്യന്റെ കാർഡ്. സൗദി അറേബ്യന്റെ കാർഡാ? സൗദി അറേബ്യന്റെ കാർഡില്ല. 9 ആള് സൗദി അറേബ്യയിൽ. ഇതാ ഇവിടെയുള്ള കാർഡ്. ഇതാണ് ദാരിദ്ര്യം, BPL. മാസത്തിൽ 2 മാസം കൂടുമ്പോൾ 3 മാസം കൂടുമ്പോൾ ഒരിക്കൽ പഞ്ചാര വാങ്ങാൻ വേണ്ടി വരും മാരുതി കാർ കൊടുത്തിട്ട്. ബാക്കി പിന്നെ ഈ ഇതിലുള്ള കിറ്റ് പിന്നെ ഞാൻ ആർക്കും കൊടുക്കുമെന്നല്ലാണ്ട്. പക്ഷേങ്കിൽ ഈ നടന്ന ലോട്ടറി വെക്കുന്ന കുഞ്ഞിരാമാട്ടുണ്ടോ APL കാർഡ്. അയാൾ കോടിയുടെ ബിസിനസ് അല്ലേ? ഇതാരെ കാർഡ് എടുക്കാണ്ട് പോയി? വേറെ ഉണ്ടാ ഇതാരുടെ കാർഡ്? നോക്കിട്ട് കൊടുക്കാം നമുക്ക്. കളമുള വളപ്പിൽ ശാരദ പെണ്ണുങ്ങൾ കാർഡ് എടുക്കേണ്ട പോയി. അതേതാ പെണ്ണുങ്ങള്? ആ വളവള പറയുന്ന പെണ്ണുങ്ങളില്ലേ? ആ പെണ്ണുങ്ങൾ ഇരുട്ട പോവും. വൈകുന്നേരം മീൻ വാങ്ങിയിട്ട് പോകുമ്പോ വിളിച്ചു കൊടുക്കണം കേട്ടാ. കുഞ്ഞിരാമോട്ട് വെച്ചിട്ട് 4 കൊല്ലായി. ഇപ്പൊ അരികൃത്യമായിട്ട് വാങ്ങുന്നത് മാത്രല്ല അയാൾക്ക് വോട്ടും ഉണ്ട്. കാർഡിന്ന് കുത്താൻ പറഞ്ഞാൽ കുത്തുകയില്ല. എല്ലാ ശാനെ നമ്മൾ ഈ പഞ്ചസാര നമ്മളിപ്പോ അരിയും പഞ്ചസാരയിലും തരുന്ന പോലെ നമുക്ക് ഈ കിറ്റ് ഇങ്ങനെ പാക്കറ്റാക്കി തരാണ്ട് മുളക് പൊടിയും കടുകും അത് പരിപ്പ് ജീരകം വെല്ലം ഇതെല്ലാം ഇങ്ങനെ ചാക്കുകളൊക്കെ ആയിട്ട് റേഷൻ പീടിൽ ഇറക്കി തന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതുപോലെ അരിൻ്റെ തട്ടിപ്പാക്കുന്നവർ കുറേശ്ശെ തട്ടിപ്പാക്കിയിട്ടുണ്ടെങ്കിൽ നല്ലൊരു ലാഭം കിട്ടൂലേ? അതെ, നമുക്ക് അരി മറച്ചു വെക്കും പോലെ മറച്ചു വെക്കാൻ പറ്റൂലെങ്കിലും വീട്ടിലെ കാര്യം അങ്ങനെ നടന്നു പോവുകയല്ല. എല്ലാം വേണ്ട ഈ പുയ്ത്ത സാധനത്തിന് ചാകില്ല. അതിനാലും കൊറോണ ഒന്നും ചെയ്യാതെ ഈ നമ്മളിപ്പം ആ ചാക്കിന്റെ അരി എടുക്കുന്നതോറും ഇങ്ങനെ കുറഞ്ഞു പോകില്ലേ? ഈ എടുക്കുന്നതോറും കൂടി വരുന്ന എന്തെങ്കിലും ഉണ്ടാ? എടുക്കുന്നതോറും കൂടുന്ന സാധനം ഉണ്ട്. എന്നാണ് ലോണ്
ബാങ്കിലാണ്. ബാങ്കിലാണോ? എടുക്കുന്നേനെ പലിശ ഇങ്ങനെ കൂടി കൂടി വരും. ആശാൻ തെറ്റിപ്പോയി. അങ്ങനെ കൂടൂല. ഇപ്പൊ കൊറോണ ആയതുകൊണ്ട് മൊറട്ടോറിയം പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ. എടാ മൊറട്ടോറിയം എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ല, മൊറട്ടോറിയം പറഞ്ഞാൽ നമ്മൾ പൈസ അടക്കണ്ടല്ലോ. ആ പൈസ അടക്കണ്ട, തൽക്കാലം അടക്കണ്ട. അത് കഴിഞ്ഞിട്ടാകുമ്പോണ്ടല്ലോ മുതലിന്റെ പലിശയും പലിശന്റെ പലിശയും കൂട്ടുപലിശയും എല്ലാം കൂടി ഒന്നിച്ചു കൊണ്ടേ അടക്കണം. എല്ലപ്പോ ഈ കൊറോണയായിട്ട് പണിയില്ലാത്ത ആൾക്കാർ എങ്ങനെ ഇത് കൊണ്ടേ അടക്കുക? കഴിയില്ല. അപ്പൊ തുടങ്ങൂ ജപ്തി, ആത്മഹത്യ, പിടിച്ചുപറി, കവർച്ച. അല്ല, ഈ പിടിച്ചു പറയില്ല ഇപ്പൊ നിയമപരമാക്കിയില്ലേ? നിയമപരമാക്കി എന്ന് പറഞ്ഞൂടാ. പിടിച്ചു പറയുന്നത് പറയാനും പാടില്ല. പിടിച്ചു പറയുന്ന പേരൊന്ന് ചെറുങ്ങനെ മാറ്റീന്. പിടിച്ചു പറയുന്നുള്ളത് ഈ പ്രോട്ടോകോൾ ലംഘനമാക്കി മാറ്റീന്. സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളത്തിനും ഓരോ സമ്പർക്കത്തിനും ഒരു കുറവുമില്ല. ഇല്ല, കുറവില്ല. എല്ലാത്തിനും കാരണക്കാരൻ കൊറോണ. കൊറോണ. ഈ കൊറോണ എന്ന് പറഞ്ഞാല് സാധാരണക്കാരന് ശാപവും അധികാരവർഗത്തിന് എപ്പോഴും അനുഗ്രഹമാണ്. എല്ലാം ഏറ്റുവാങ്ങാൻ കേരളത്തിൽ കൊറോണയുടെ ജീവിതം പിന്നെയും ബാക്കി. നമ്മളില്ലേ? ഞാനും.